അമ്പൂട്ടോ വീട്ടിൽ പോകാം, നമുക്ക് വീട്ടിൽ പോകാം അമ്പൂട്ടാ. അപ്പോൾ ഗൈസ് നമ്മളത് രാവിലെ റൂമിൽ നിന്നൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഫുഡ് കഴിക്കാൻ വേണ്ടി രാവിലെ വന്നു കേട്ടോ. 12 മണിയായില്ലേ, നമ്മൾ 12:30 അങ്ങനെ കാറൊന്ന് ലോക്ക് ചെയ്ത് പിടിച്ച്. പിന്നെ എന്തുകൊണ്ട് കഴിക്കാൻ ഊണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ദേവികുളം അല്ലേ ചേട്ടാ? ദേവികുളം എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ. നമ്മളിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള സ്ഥലത്ത് കൂടെയാണ് പോകുന്നത്. നമുക്ക് സത്യത്തിൽ ഇവിടുന്ന് മൂന്നാറിന് ഏറ്റവും എളുപ്പം പോകാനായിട്ട് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് നമ്മളിവിടുന്ന് മൂന്നാർ ടു നമ്മുടെ മൂവാറ്റുപുഴയിൽ നിന്ന് പാല, പിന്നെ പത്തനംതിട്ട, റാന്നി, കൊട്ടാരക്കര, കൊട്ടാരക്കര, ട്രിവാൻഡ്രം. അതാണ് നമ്മുടെ റൂട്ട്. അതേതാണ് നമുക്ക് 266 കിലോമീറ്ററാണ് ഇവിടുന്ന് ട്രിവാൻഡ്രം വരെ ഉള്ളത്. പക്ഷേ നമ്മളിന്ന് ആ റൂട്ട് പോകുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ആ റൂട്ടെന്ന് പറയുന്നത് ഭയങ്കര ശോകമാണ്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു രസമില്ലായിരുന്നു ഡ്രൈവ് ചെയ്യാനായിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തം റോഡ് പണിയല്ലായിരുന്നു. മൂന്നാർ ഫുള്ള് റോഡ് പണിയാട്ടോ. എല്ലാം വീതി കൂട്ടൽ കിടക്കുന്നതുകൊണ്ട് വൻ ശോകമാണ്. യാത്ര ഇങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ ഇപ്പം മൂന്നാർ ജംഗ്ഷനിൽ നിന്ന് ഈ ദേവികുളം എന്ന് പറയുന്നൊരു സ്ഥലത്ത് വരാൻ വേണ്ടി 3/4 മണിക്കൂർ എടുക്കും. നല്ല ചുറ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുന്ന് നേരെ തേനി, അവിടുന്ന് നേരെ നമ്മൾ ഉസ്ലാംപെട്ടി. അപ്പോൾ ഉസ്ലാംപെട്ടിയിൽ നിന്ന് നേരെ രാജപാളയത്ത് നേരെ തെങ്കാശിയിൽ നേരെ തെമ്മല, തിരുനെൽവേലി, തെമ്മല. അപ്പോൾ അതാണ് നമ്മുടെ റൂട്ട്. ഇവിടുന്ന് തെങ്കാശി വരെ 266 കിലോമീറ്റർ ഉണ്ട് കഴിച്ച്. അതായത് നമ്മൾ ട്രിവാൻഡ്രം എത്തുന്ന ദൂരമുണ്ട് ഇവിടെ തെങ്കാശി വരെ. അപ്പോൾ ഇത്തിരി ചുറ്റിയാലും അത്യാവശ്യം നല്ല റോഡായിരിക്കും. നമുക്ക് ഊണ് പറഞ്ഞു കേട്ടോ നമ്മൾ. ചേട്ടാ തമിഴാ? ഉസ്ലാംപെട്ടിയിൽ നിന്ന് രാജപാളയം അന്ത റൂട്ട് നല്ലതാ? നല്ല റോഡാ ഹൈവേ? ഞാൻ ആ റൂട്ട് ചെയ്തിട്ട് പോയിട്ടില്ല. നമ്മൾ ആ റൂട്ടാണ് ഫസ്റ്റ് ടൈം പോകുന്നത്. നമ്മുടെ ഫുഡ് കഴിച്ചിന് ബില്ല് വന്നു. ഒരു ഊണ് 80 രൂപയല്ലേ? കൊള്ളാം, നല്ല ഫുഡായിരുന്നല്ലേ? കുഴപ്പമില്ല. ഓംപ്ലേറ്റ് 2 പേരും കൂടി ഊണും ഒരു ഓംപ്ലേറ്റും കഴിച്ചിന് 210 രൂപ. ഹോംലി ഫുഡ് ഇല്ല. സാമ്പാർ, ചോറ്, രസം, തോരൻ, എരിശ്ശേരി, പപ്പടം. ഇത് മതിയല്ലേ? അച്ചാറും. ഹലോ. അപ്പോൾ 2 ദിവസത്തെ മൂന്നാർ കറക്കത്തിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രിപ്പ് അടിപൊളിയായിരുന്നു. ക്ലൈമറ്റ് ഒക്കെ സെറ്റായിരുന്നു. ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ട്രാവലിൻ്റെ ഇടയ്ക്ക് എനിക്ക് നല്ലോണം സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി മാത്രം പറ്റിയില്ല കേട്ടോ. സ്ട്രെസ്സ്, അൺഹെൽത്തി ഫുഡ്, ലേറ്റ് നൈറ്റ് ഷൂട്ട്, ഇതെല്ലാം കൂടെ ആയപ്പോൾ എൻ്റെ പിമ്പിൾസ് എല്ലാം തിരിച്ചു വരാൻ വേണ്ടി തുടങ്ങി കേട്ടോ. പിമ്പിൾസിനോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് പോയ ആഴ്ചയിൽ കഴിയുമ്പോൾ ഉടനെ തിരിച്ചു വന്നോളൂ. അപ്പോൾ ഇതിനൊരു സൊല്യൂഷനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സീക്രട്ട് ആട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഇതാണ് നമ്മുടെ ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ്. ഇത് പിമ്പിൾസ് തിരിച്ചു വരുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്ന ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് വെറും നീം കൊണ്ട് മാത്രമല്ല കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. നമ്മുടെ നീം പ്ലാന്റിന്റെ 5 പാർട്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫേസ് വാഷ് മേഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ 5 പാർട്സ് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? യങ് ലീവ്സ്, മെച്ചുവർ ലീവ്സ്, സ്റ്റെം, ഫ്രൂട്ട്, ഫ്ലവർ. അപ്പൊ ഈ 5 ഗുണങ്ങളോട് ചേർന്നിട്ട് നമ്മുടെ പിമ്പിൾസിനെ തിരിച്ചു വരാതിരിക്കാനും 5 ദിവസം കൊണ്ട് പിമ്പിൾസിനെ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. വെറുതെ പറഞ്ഞല്ലേ കേട്ടോ, ഇത് ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. വെറും 5 ഡേയ്സ് കൊണ്ട് പിമ്പിൾസിനെ റെഡ്യൂസ് ചെയ്യുന്നു, പിമ്പിൾസ് തിരിച്ചു വരുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്നു. ഇത് സോപ്പ് ഫ്രീ ആണ്, സ്കിൻ ഫ്രണ്ട്ലി, pH ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഹൈഡ്രേറ്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ന്യൂ ബെസ്റ്റ് ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് ഉപയോഗിച്ച് നമുക്കൊരു ക്ലിയർ ഹെൽത്തി സ്കിൻ എക്സ്പീരിയൻസ് ചെയ്യാം. ഇനി അങ്ങനെ യൂസ് ചെയ്യേണ്ടെന്നില്ല. നമ്മുടെ ഫേസ് നല്ലോണം വെറ്റ് ചെയ്യുക. പിന്നെ ഇതിന് കുറച്ച് സ്മാൾ എമൗണ്ട് എടുത്ത് നമ്മുടെ ഫേസിൽ നല്ലോണം അപ്ലൈ ചെയ്ത് ജസ്റ്റ് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക. ശേഷം വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്യുക. ഇത് ടോയ്സൈഡ് യൂസ് ചെയ്യുന്ന നല്ല റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഈ പ്രോഡക്റ്റ് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. കൂടാതെ ഗ്രേറ്റ് ഡിസ്കൗണ്ടിന് വേണ്ടി എന്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ എങ്ങനെയാ നമ്മുടെ യാത്ര തുടങ്ങല്ലേ? ഹേ ഗായ്സ്, അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചു. ഗ്ലാസ് ഒക്കെ രണ്ടും തുറന്നിട്ട് മൃദുലേക്ക് ഫ്രഷ് എയർ വേണമെന്ന്. എന്തായാലും നല്ല സത്യം കേട്ടോ. നമുക്ക് ആ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളൊരു മൂക്കിനും ഒരു ഉന്മേഷം ഇല്ലേ? നിങ്ങൾ പറയുമ്പോൾ തള്ളാൻ വിചാരിക്കുന്നത് സത്യമായിട്ട് തന്നെ പോയിട്ടുള്ളവർക്ക് അറിയാം. ഉന്മേഷമാണ് അവിടുത്തെ ഓക്സിജൻ ശ്വസിക്കുമ്പോ. നാണ്ടെ നോക്കൂടി ബബിള് കൊച്ചുങ്ങള് ആപ്പിളോലിരിക്കുന്നു. കറക്റ്റ് നമ്മൾ കാശ്മീര് പോയപ്പോ അവിടുത്തെ പിള്ളേരിരിക്കുന്നതൊക്കെ ഇങ്ങനത്തെ പിള്ളേരെ കൊണ്ടല്ലോ പിടിച്ച് ഇങ്ങനത്തെ പിള്ളേരെ പിടിച്ച് കവർ അത് ഞാൻ വിടില്ല. അതെന്റെ വെച്ച എല്ലാ ടിപ്പിക്കൽ തന്തമാരും ഇരിക്കുന്നതുകൊണ്ട് താങ്ക് യു. നമ്മളങ്ങനെ കൊറേ പേരെ കണ്ടില്ലേ?
കാറിൽ പൊക്കോണ്ടിരിക്കുമ്പോ ആ മലയൊക്കെ നോക്കുമ്പോഴേ എന്താ ബ്യൂട്ടി, ഏതാ വൈബ്. താഴെ പച്ചപ്പ്, മേളി പാറ, മേളി അതിനും മേളി കോട. മോനെ അവിടൊക്കെ പോയി ക്യാമ്പ് അടിക്കണം. കേറാൻ പറ്റത്തില്ല. എനിക്കിപ്പോ അന്ന് നമ്മൾ ബലീന ഇടിച്ചതിന് ശേഷം എനിക്ക് തമിഴ്നാട് ബസ് കാണുന്നതേ വേണ്ട. ഇന്ന് കേറണ്ട, വളവ് വളവ് വളവേ. ഇന്നലെ നമ്മൾ ഇവിടുന്ന് മാഗി അടുത്ത സ്പോട്ടിലോട്ട് പോവാം. കണ്ടാ കണ്ടാ എന്താ വ്യൂ. ഇതൊക്കെ നമ്മള് ആ റൂട്ട് പോയി കഴിഞ്ഞാൽ ഈ വ്യൂ ഒക്കെ കിട്ടുമോ ഗൈസ്? അതുകൊണ്ട് എണ്ണ കത്തിക്കുമ്പോ ഇതൊക്കെ പറഞ്ഞ് സമാധാനിക്കാം. ഏത് വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ വ്യൂ കണ്ടല്ലോ, പിന്നെ ഇച്ചിരി എണ്ണ കത്തിയാലോ. 200 കിലോമീറ്റർ ഓടിയാലും കുഴപ്പമില്ല, മല കണ്ട് മതി, സമാധാനം. മലകൾ കണ്ടോണ്ട് ഗൈസ് ഊറ്റ്, ഗൈസ് ഊറ്റ്. ഈ വെള്ളം കുടിക്കാൻ കൊള്ളായിരിക്കോ? കുപ്പി പിടിക്കുന്നുണ്ടല്ലേ. ഞാൻ കൂട്ടിന് തരാം, നീ കുടിക്കണേ. നൈസോട്ടോ മോളിന്ന് വരുന്നതാണേ. നിങ്ങളവിടെ സ്ഥലം എവിടാ? ട്രിവാൻഡ്രോ? നമ്മൾ ട്രിവാൻഡ്രോ? അടിപൊളി ഗൈസ്. ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടം. നിങ്ങളെവിടാ? വിദൂര. ടേസ്റ്റ് കുഴപ്പമില്ല. പേരെന്തുവാ? ശ്രീലക്ഷ്മി. ഏയ് ഇയാളെ വരുന്ന അവിടെ ശ്രീദർശ്. അപ്പൊ ഓക്കേട്ടാ, ബൈ ബൈ. അപ്പൊ ഓക്കെ ഗൈസ്, നമുക്ക് ഇനി ഇവിടുന്ന് നേരെ വിടാം. ഇവിടുന്ന് തേനി ഏതാണ്ട് 70 കിലോമീറ്റർ ഉണ്ട്. തേനി മാത്രം, തേനി എത്താൻ തന്നെ. തേനിയിൽ നമുക്ക് രാജപാളയം, പിന്നെ തെങ്കാശി, പിന്നെ അവിടുന്ന് തെമ്മല ചെന്നിട്ട് അമ്മയും വിളിച്ചുകൊണ്ട് നമ്മൾ നേരെ അങ്ങ്. യെസ് എടാ, നിന്നെ എടുത്ത് കുളിപ്പിച്ചെടുക്കും, പക്ഷെ ഭയങ്കര തണുപ്പ്, നീ വിറച്ചു പോവും. അതുകൊണ്ടാ, ഇല്ലെങ്കിൽ നിന്നെ ഇടയ്ക്ക് തന്നെ നാക്ക് കടിക്കുന്നു. Hey guys, അടിപൊളി വ്യൂ, അടിപൊളി കാറ്റും നല്ല അടിപൊളി തണുപ്പും ഗൈസ്. അത് മാത്രമല്ല, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടില് നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. നല്ല സൂപ്പർ വെള്ളച്ചാട്ടം, നല്ല കാണാൻ തന്നെ എന്താ അടിപൊളിയാണ്. നോക്കി ഇത്രയും ആ ഒരു തേയിലത്തോട്ടത്തിന്റെ ഒരു ഗ്രീനറിയുടെ ഇടയ്ക്ക് കറക്റ്റ് ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ വൈബ് എന്ന് പറയുന്ന രക്ഷയില്ല കേട്ടോ. നല്ല കാറ്റുണ്ട്. എനിക്ക് ഡ്രോൺ പറത്തി നല്ലൊരു വിഷ്വൽ എടുക്കണമെന്നുണ്ട്, പക്ഷെ ഡ്രോൺ പറന്ന് അതിന്റെ പാട്ടിന് പോകും. കാരണം അമ്മാതിരി കാറ്റാ. 240 ഗ്രാമേ ഉള്ളൂ ഡ്രോൺ. ഈ കാറ്റത്ത് ഇട്ടാ ശരിയാവത്തില്ല. അടിപൊളിയാട്ടോടി, സൂപ്പർ വ്യൂ. അമ്പ് അമ്പ് അമ്പ്. ഗായ്സ് നോക്ക് ഗായ്സ്, ഒരു രക്ഷയല്ല കേട്ടോ. ഇതുവഴി വരുന്നത് ഒരു രീതിയിൽ ഒരു നഷ്ടമില്ല. സത്യം ഇത്ര പ്രതീക്ഷയില്ല. ആ ഒരു വെള്ളച്ചാട്ടം രക്ഷയില്ല. ആടുന്ന് സത്യം. ഇവിടെ നമ്മൾ നിക്കുമ്പോ തന്നെ ആടുന്നടി. എന്റെ ട്രൈപോഡ് ഒരു 3-4 വട്ടങ്ങളും താഴെ വീണാണ്. കൈയൊക്കെ എല്ലാം മരവിച്ച്, എനിക്ക് കാണാൻ വലിയ കോടയൊന്നുമില്ല, പക്ഷെ ഭയങ്കര തണുപ്പാട്ടോ. എങ്ങനെ ഇത്ര തണുക്കുന്ന എനിക്ക് അറിയാൻ വയ്യ. എന്നാ കോടയില്ല, വെയിലും ഉണ്ട്, എന്നാ നല്ല തണുപ്പാ. ടൈം നോക്ക്, 2 മണിയായി. അമ്മൂട്ടിന്റെ കൈയൊക്കെ കയറി മരവിച്ച് പനിയൊക്കെ പിടിക്കോടി ഇറങ്ങി. എന്റെ പൊട്ടൊക്കെ പോയി, ഞാൻ ഒരു പൊട്ട് നോക്കുക. ഈ രക്ഷയില്ലായിരുന്നു കേട്ടാ. അത് നൈസ് നൈസ് വെള്ളച്ചാട്ടത്തിന് ഇവിടെ പറഞ്ഞ് തിരിച്ച് തേനിയിലേക്ക്.
ഇവിടുത്തെ കാറ്റ് ഭയങ്കരമാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി ചായയൊക്കെ പറന്നു പോകും. നമ്മൾ നല്ല അടിപൊളി ഒരു വ്യൂ ഉള്ള ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് വണ്ടി. അയ്യോ ഉറക്കട്ടെ. ഇത് നല്ല മധുരമുണ്ട്. ഓ കടുപ്പം. ഇവിടെ ചായക്ക് എല്ലാം ഇത്ര കടുപ്പ് ഇടുന്നത്. അടുത്ത ചായക്ക് കടുപ്പ് വേണ്ട. ഒരാളുടെ ഇട്ടടി. ഓക്കെ ചായ കുടിച്ചിട്ട് നമുക്ക് അക്ഷരം മൊത്തം ഗ്ലാസ് എല്ലാം അവിടെ തന്നെ ഇട്ടേക്കോട്ടെ. ഇവിടെ വന്നിട്ട് 3 കടയും പിടിച്ചില്ല. 3 കട പൊളിച്ചു. താഴ്ചയുള്ള സ്ഥലത്ത് കയറി വരും. അവിടെ മോളിലാണ് ഒരു സ്ഥലം. ആ സ്ഥലത്താണ് ആന കുളിക്കുന്നത്. മൊത്തം ഫോറസ്റ്റാണ്. അപ്പൊ ഈ റോഡ് നൈറ്റ് അങ്ങോട്ട് പോകും, ക്രോസ് ആകും, ഇവിടെ വരും. ചക്കക്കൊമ്പൻ. ചക്കക്കൊമ്പൻ ഇങ്ങനെ പോയത് അത് അരിക്കൊമ്പൻ. അതെ ആന വന്ന് ഇവിടെ കട പൊളിച്ചെന്ന്. അതാണ്ട് കട ഇവിടെ പണിഞ്ഞോണ്ടിരിക്കുക ചേട്ടന്മാര്. അതെന്തായാലും സീൻ ആഹോ കേട്ടോ. 2-3 കട പൊളിച്ചെന്നാ പറഞ്ഞു ഇവിടെ വന്നിട്ട് ആന ഇറങ്ങിയിട്ട്. അപ്പൊ നൈറ്റൊക്കെ ഇവിടെ ആന ഇറങ്ങേ. ഓ നല്ലൊരു വലിയ കടയായിരുന്നു ഇവിടെ, അത് പൊളിച്ചു ആന വന്നിട്ട്. അപ്പൊ നൈറ്റൊക്കെ ഈ റൂട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആനയൊക്കെ കാണാൻ കേട്ടോ. മൃദുല കാറിനകത്ത് ഇരുന്ന് ചായയൊക്കെ കുടിക്കുക കേട്ടോ. നമ്മുടെ ഒരു ബ്രെഡ് ഓംപ്ലേറ്റും കൂടി പറഞ്ഞ് അതും കൂടി വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിന്നും യാത്ര തിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. അതുകൊണ്ട് ആ പുല്ലില് കാറ്റടിക്കുമ്പോൾ കണ്ടോ നല്ല ഗ്ലേസിംഗ് ആയിട്ട് പോകുന്നുണ്ടോ? മൃദുല കാണുന്നുണ്ടോ? അടിപൊളിയായിട്ട് പോകുന്നില്ലേ? ഇവിടെ ആനയെ കൊണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവിടെ ആന ഇറങ്ങുന്നില്ല. ആന ഇറങ്ങി 3 കട വലിയ കട അടിച്ച് പൊളിച്ച്. ഇതെങ്ങനെ ഇറങ്ങി കുത്തനെയിരിക്കുന്ന സ്ഥലത്ത്? എനിക്ക് അറിഞ്ഞൂടാ. ആ കുളം കണ്ടോ? അത് ആന കുളിക്കാനൊക്കെ വരുന്നതാ. അങ്ങോട്ട് നല്ല ഫോറസ്റ്റ് ആണ്, ഡീപ് ഫോറസ്റ്റ് ആണ്. പാവം ഗൈസ് അവരുടെ കടയൊക്കെ അടിച്ച് പൊളിച്ചെന്നടി. സത്യം ആനയൊക്കെ നമുക്ക് ഇഷ്ടമാണ് ആനയും. പക്ഷെ ആന ഇങ്ങനെയാണല്ലോ ഓരോരുത്തർ അവരുടെ ജീവിതം നശിപ്പിക്കുമല്ലോ. ഇപ്പൊ 3 കടയെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇതിന് കിട്ടാനുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു കാരണമില്ലാതെ നശിപ്പിക്കുന്നത്. പിന്നെ അതിന് പിന്നെ ആന ഇങ്ങനെ പുറത്തിറങ്ങി ശീലിച്ച എനിക്ക് തോന്നുന്നു പിന്നെയും പുറത്തിറങ്ങി ഫുഡ് കഴിക്കുന്നു അല്ലേ. അപ്പൊ ആന ഇറങ്ങി 3 കട കഴിച്ച് അടിച്ച് പൊളിച്ചത് കൊണ്ട് അവിടെ കട പണിഞ്ഞോണ്ടിരിക്കും. അപ്പൊ അവരെ കച്ചവടം അവർ ഇതിൽ നിന്നൊക്കെ ജീവിച്ചു പോകുന്ന ആൾക്കാരല്ലേ. അമ്പൂട്ടെന്തേ ഉറങ്ങാനുള്ള കരച്ചിലായിരുന്നു കേട്ടോ. ഇവിടുത്തെ ചായക്കൊക്കെ ഭയങ്കര കടുപ്പോ. ആ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്കേ ഇങ്ങനെ സ്ഥലത്ത് വരുമ്പോൾ ദാഹിക്കത്തില്ല കേട്ടോ. പക്ഷെ നമ്മള് വെള്ളം കുടിക്കണം. ഞാൻ ഇന്നലെ റിസോർട്ടിൽ വെള്ളം കുടിയേയില്ല, വെള്ളം കുടിക്കണം. പക്ഷെ നമ്മളിങ്ങനെ പെതുക്കെ തിന്നും കുടിച്ചൊക്കെ പോയി അങ്ങ് എത്തുമ്പോഴേ പാരാത്രി ആവും കേട്ടോ. ചിലപ്പോ നാളെയും ആവാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോ എത്ര ഇടം നിർത്തിയടി, നമ്മൾ ഓടുന്നില്ല വണ്ടി. നമ്മൾ ഓരോന്ന് കാണുമ്പോ നിർത്തുവാ വണ്ടി. പക്ഷെ അങ്ങനെ വേണം പോവാൻ കേട്ടോ. ഒറ്റടിക്കാൻ പോകുന്നതിനാ നമ്മൾ നിർത്തി സ്ഥലങ്ങളെല്ലാം കണ്ട് പതുക്കെ പോവാം. ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് 100 ഇടത്ത് നിർത്തും. ഓരോന്ന് കഴിക്കും. നമ്മള് വരുന്ന വഴിക്ക് ഒരു കട്ട് റോഡ് കണ്ടു. ആനയിറങ്ങൽ ഡാം ഇല്ലേ? അപ്പൊ ഇവിടുന്ന് ഒരു 500 മീറ്റർ ഉള്ളു എന്ന് പറയുന്നത്. കൊറേ ആൾക്കാരൊക്കെ അവിടെ നിക്കുന്ന അതുവഴി റോഡ് പോകണ്ട കേട്ടോ. നമുക്ക് വേണേ അതുവഴി പോയിരുന്നില്ലേ? അവിടെ കൊള്ളാം. വണ്ടി കൊണ്ട് പോകാൻ പോകാം. ഇവിടെ ഒരു വണ്ടി വന്ന ഒരു വണ്ടിക്ക് പോകാൻ പാടാട്ടോ. റോഡിന് വീതി കുറവാണ്, ഭയങ്കര കുറവാണ്. നമ്മള് ചേട്ടനോട് ചോദിച്ച് അവിടെ എന്തോ ഉള്ളേ വല്ല കാണാനുണ്ടോ? ഒന്നുമില്ല. ചെറിയൊരു ഡാമുണ്ട്, വെള്ളം കുറവാണ്. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ കേട്ടോ. വെള്ളം നല്ല കുറവാണ്. നമുക്ക് വണ്ടി അവിടം വരെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഇങ്ങോട്ട് വണ്ടിയൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. ജസ്റ്റ് ഇവിടെ വന്ന് കാണുക, പോവുക. പക്ഷെ ഒരു ഓട്ടോ വരുന്നുണ്ടല്ലോ. മേ ബി ഇവിടുത്തെ ലോക്കൽസ് ആയിരിക്കും. ഇവിടെ ഒരുപാട് ഒരു ഫുഡൊക്കെ കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷെ അതൊരു വൈബ് കേട്ടോ. ഫുഡൊക്കെ കൊണ്ടുവന്നിരുന്ന് കഴിക്കാനായിട്ട് നല്ല രസം. ഇതെങ്ങനെ ഡാമിങ്ങനെ പോയി വളഞ്ഞാണോ പോയിരിക്കുന്നത്? നോക്കാണ്ട് ഇവിടുന്ന് കണ്ടോ ഇങ്ങനെ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. കറക്റ്റ് നമ്മളെ കാറ്റിൽ നിന്ന് പോകുമ്പോൾ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഈ സൗണ്ട് കറക്റ്റ് നമ്മൾ അച്ചൻകോവിലൊക്കെ പോകുമ്പോഴും ഇതേ സൗണ്ട്.
ഈ ജീവിയെ ഞാൻ ഇതിലോട്ട് കണ്ടിട്ടില്ല, ഈ സൗണ്ട് ഉണ്ടാക്കുന്ന ജീവിയെ. ഇത് കാണാൻ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് ഇവിടെ അടുത്തുനിന്ന് ശബ്ദം കേൾക്കുന്നത്, പക്ഷെ ഇതിനെ കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ചീവീടിൻ്റെ ശബ്ദം ഉണ്ടാക്കുന്ന ഈ ജീവിയെ? അല്ല, അതിന് ചീവീട് എന്നാണല്ലോ പറയുന്നത്. ഇന്നേ ഒരു ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ ഈ സാധനത്തിന്. ഇന്ന് എന്തോരം ശബ്ദം ഉണ്ടാക്കുന്നത്. പശുവിനൊരു മൈൻഡില്ല ഗൈസ്. ഫോൺ അടിച്ചപ്പോ എന്തുവാന്ന് നോക്കുന്നു, വേണേ അതുവഴി പൊക്കോളാം, ഇച്ചിരി ഒതുങ്ങി തന്നു. നമ്മുടെ യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ. ആനക്കുളം അല്ല, ആനച്ചാൽ ഡാം, ആനയിറങ്കൽ ഡാം. പക്ഷെ ആനച്ചാൽ എന്നേ വരത്തുള്ളൂ. ആനയിറങ്കൽ ഡാമിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര. റോഡ് കിടക്കുന്നത് നോക്കുന്നതിന് കുട്ടി ഇല്ല, പേപ്പറിൽ കുത്തി വരച്ച കണക്ക്. നല്ല ഹൈറ്റിലാട്ടോ. നമ്മള് കേരള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് തമിഴ്നാട് കേറിയപ്പോഴേ നമ്മൾ ഇല്ല കറക്റ്റ് തമിഴ്നാടിന്റെ ആ ഒരു വ്യൂ ഉണ്ടല്ലോ. താഴ്ന്ന് കാറ്റാടിയും എന്ത് ബിൽഡിങ് അടുത്തടുത്ത് കുനുകുനാന്ന് എന്റെ നീണ്ടു നിവർന്ന് നിരപ്പായിട്ട് കിടക്കുക. നല്ല രസമുണ്ട് കേട്ടോ മേലിന്ന് ആ ഒരു വ്യൂ കാണാൻ. അത് മാത്രമല്ല, നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മൾ താഴത്തുള്ള ഈ എക്സ്പ്ലോവിന്റെ റോഡ് നമ്മളിപ്പോ വളഞ്ഞു കുളിഞ്ഞ് മാപ്പിൽ കാണിച്ചില്ലേ, അതേപോലെ നമുക്ക് റോഡ് ആ മേളിൽ നിന്ന് കറക്റ്റ് വ്യൂ കാണാനും പറ്റും. ഫുള്ള് കുഞ്ഞു ബിൽഡിങ്ങുകൾ ഗൈസ്, ചെറിയ ബിൽഡിങ്ങുകൾ കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ എന്ത് ഹൈറ്റിലാന്ന് അറിയാൻ പറ്റത്തില്ല ഇപ്പം, നല്ല ഹൈറ്റില്ല. എത്ര ഐഡിയ എന്ന് വെച്ചാൽ ഇപ്പൊ അളക്കാതെ എനിക്കറിയത്തില്ല. NH85 നമ്മളിപ്പോ എത്രാമത്തെ 14ാമത്തെ ഹെയർ പിൻ ആണ്. 17 വരെ ഉള്ളു കേട്ടോ. അവന് എങ്ങും നിക്കാൻ സ്ഥലം കണ്ടില്ല കേട്ടോ. താഴെ നല്ല കുഴിയ. അംബാസിഡർ കാറ് വൈബ് അടിക്കാൻ വന്നേക്കും എല്ലാരും കൂടി കേട്ടോ. സെറ്റ്. മൃദുല നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. ഞാൻ വീട്ടിലൊക്കെ പോയി ഫ്രഷ് ആയി. അമ്പോട്ടിന് നല്ല ഉറക്കം കഴിഞ്ഞു. ഉറങ്ങി കഴിഞ്ഞപ്പോ നമ്മൾ തമിഴ്നാട് എത്തി. കേരളത്തിൽ നിന്ന് ഉറങ്ങിയതാ, ഇപ്പഴാ എണീറ്റ് എടുക്കാൻ ബെഡ്ഷീറ്റ് എല്ലാം ഉണ്ടല്ലോ. ഉണ്ട് ഉടക്കുമായിരുന്നു. മൂന്നാറിന് ഉറങ്ങി ഉറക്കുവാണി. അയ്യോ, വെള്ളം തീർന്നില്ലേ? വെള്ളം വാങ്ങണോ അല്ലേ? ഇനി നമുക്ക് 196 കിലോമീറ്റർ ഗൈസ്. നല്ല ചൂട് കേട്ടോ പുറത്ത്. വലിയ സുഖമല്ലേ? തലകണ കൊച്ചു കിടന്നാ മതിയല്ലോ. എന്താടാ നമ്മളടങ്ങി അച്ഛനെ നമ്മൾ പഠിച്ചു. ക്രൂസ് ഇട്ടാണ് ഗൈസ് ഓടിച്ചോണ്ടിരിക്കുന്നത്. 60 ഇങ്ങനെ ക്രൂസ് ചെയ്ത് നല്ല സ്ട്രെയിറ്റ് റോഡ്, നല്ല സമാധാനമായി ഓടിക്കും. എന്താ ശാന്തം. പക്ഷെ ക്രൂസ് ഉള്ളപ്പോൾ നമുക്ക് കേരളത്തിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല. തമിഴ്നാട്, ബാംഗ്ലൂർ ആ റോഡിലൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത്. കളിക്കുന്ന കൂടി തകർത്ത് ഫോണിൽ കളിക്കുന്നു. മോനെ ഒന്നും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ലല്ലേ. ആദി നമ്മള് മൈൻഡ് ഇല്ലല്ലോ കണ്ടിട്ട്. ഒരിച്ചിരി ഒന്ന് കൊടുത്തേവാ, എന്നെ കുടിക്കാൻ സമ്മതിക്കുന്നില്ലേ? അത് വേണോ? അതറിയാതെ ഇത് മധുരം വരുന്നുണ്ടെന്ന്. എനിക്കൊരു ചെറിയ എഡിറ്റിംഗ് പരിപാടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വണ്ടി എവിടെയോ നിർത്തിയിട്ടിരിക്കുകയാണ്. നമ്മളൊരു പാടത്ത് കയറ്റിയിട്ടിരിക്കുകയാട്ടെ. കുറേ നേരമായി കുറച്ചൊരു വീഡിയോ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഏത് സ്ഥലം? ഇവിടുന്ന് തെങ്കാശിക്ക് ഇനി ഒരു 90 കിലോമീറ്റർ ഉണ്ട്. മൃദുല ഒരു സൺസെറ്റ് എടുക്കണമെന്നൊക്കെ പറഞ്ഞ് വേണ്ടല്ല. അവിടുന്ന് നല്ല പക്കായിട്ട് സൂര്യ അസ്തമിക്കുന്നത് കാണാമായിരുന്നു. പക്ഷെ നമ്മളെ സംസാരിച്ചുകൊണ്ടിരുന്ന സൂര്യൻ അങ്ങ് താഴെ പോയി.
അപ്പോൾ ഗൈസ് ഞാൻ ബാക്ക് ടു എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി തെങ്കാശിയിലേക്ക്. എന്തായാലും രാത്രിയാവും ഗൈസ്, ഇത് കഴി എന്തായാലും ഒരു അരമണിക്കൂർ എടുക്കും. അമ്പൂട്ടൻ പാണ്ടായിട്ട് മുഖത്തടിക്കുന്നു. ഓക്കെ. വാവ്, ഈ ഫ്രെയിം കണ്ടാലേ അറിയാം ബോർഡർ ചിക്കനാണ്. കറക്റ്റ്. എന്ത് തമിഴ് ചെയ്തിരിക്കുന്ന അറിയാൻ വയ്യ. നമ്മളങ്ങനെ ഒറ്റ പിടിയിലായിരുന്നു സുഹൃത്തുക്കളെ. ഏതാണ്ട് 240 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ച് ചെയ്ത് ഡ്രൈവ് ചെയ്ത് നമ്മളിപ്പം ചെങ്കോട്ടെത്തി. ഇനി ഒരു 30-20 കിലോമീറ്റർ ഉള്ള തെന്മല. ഈ നമ്മൾ ബോർഡർ ചിക്കൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി അവിടുന്ന് പട്ടിണി ഇരുന്നാണ് വിളംബരമാകുന്നത്. മൃദുലയ്ക്ക് അങ്ങ് ഷോപ്പ് അങ്ങ് എക്സ്പ്ലോർ ചെയ്യണമെന്ന്. അതുകൊണ്ട് വെളിയിലിരുന്ന ഫുഡ്, ബാക്കി എല്ലാവരും അകത്തിരുന്നു, നമ്മൾ വെളിയിലിരുന്ന. കൊണ്ടുവരും, ആള് വരുന്നില്ല, ഓർഡർ എടുക്കാനും വരുന്നില്ല. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ അടുത്ത് ഉറക്കമായതാണ്. മൃദുല പതുക്കെ പറഞ്ഞ കേട്ടോ. എന്തായാലും ഓക്കെ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു സുഹൃത്തുക്കളെ. ഞാൻ എൻജോയ് ചെയ്തു. പക്ഷേ ഒരു ടയർഡോ ക്ഷീണോ ഒന്നുമില്ല കേട്ടോ. വ്യൂ കണ്ടു. അതെ, അപ്പോൾ നിങ്ങൾ ഈ റൂട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഞാൻ അത്രേ പറയുന്നുള്ളൂ. അതായത് നമ്മുടെ മൂന്നാർ, തേനി, മധുരൈ ചാടണ്ട, ട്രിവാൻഡ്രം പോകുന്നവർക്ക് മധുര ചാടണം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ രാജപാളയം ആ റൂട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്ക് സുഹൃത്തുക്കളെ. നമ്മുടെ ഗ്യാപ് റോഡ് വഴിയാണ്. നല്ല വ്യൂ ആട്ടോ, നല്ല കാണാൻ, നല്ല ഒരുപാട് കാഴ്ചകളും അല്ലേ. ഓട്ടിക്ക് ഒരുപാട് ഡ്രൈവിങ് ഇഷ്ടമുള്ളവർ കുഴപ്പമില്ല. എന്നാലും നല്ല റോഡാണ്, റോഡിന് വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. രാജപാളയം എത്താറാകുമ്പോൾ കുറച്ചൊരു ഒരു റോഡ് കുറച്ച് മോശമെന്നേ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ വളവും തിരിവും ആവശ്യം പോലുണ്ട്. എങ്ങനെ പോയാലും എത്ര ഹെയർ പിന്നാണെന്ന് വെച്ചാൽ എനിക്ക് എണ്ണമില്ല, അമ്മാതിരി ഹെയർ പിൻ. അതായത് നമ്മൾ ആ തമിഴ്നാട് ഇറക്കും ആ ഒരു അവിടെ ഭയങ്കര ഹെയർ പിന്നാണ്, ഭയങ്കര വളവാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ റോഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ റൂട്ടൊന്ന് വന്ന് നോക്ക്. എന്തായാലും നല്ല കാഴ്ചകളുണ്ട്, മറ്റേ റൂട്ട് പോകുന്നതിനെക്കാട്ടിയും നല്ല വ്യൂവും കാഴ്ചകളും ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു കുട്ടി മൂന്നാർ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇതുവഴി കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുഞ്ഞിന് ചോറൊക്കെ കൊടുക്കാൻ പോകണമെന്നൊക്കെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു, പക്ഷേ അതിന് പറ്റിയില്ല. അപ്പം പിന്നെ ഒരു ദിവസം പോകാം. അപ്പോൾ ഗൈസ്, ലവ് ആൻഡ് ബൈ. ഇനിയിപ്പോൾ അമ്പൂട്ട് ഇറങ്ങുന്നോട്ട് നമ്മൾ ഔട്ടർ നോക്കി എടുക്കുന്നില്ല. അപ്പം അടുത്ത വീഡിയോ കാണാം. അതൊരിക്കും ബൈ.